നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും വിഷയവുമായി ബന്ധപ്പെട്ട് UDF MPമാർ എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുന്നുണ്ട്. 12 മണിക്ക് പാർലമെന്റിലാണ് കൂടിക്കാഴ്ച. ഒപ്പം തന്നെ സഭയിലും ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് വരും. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസകരമാവുകയാണ്. ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. വിശദമായ വാർത്തകളിലേക്കൊക്കെ എത്താം. അതിൽ നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയിലേക്ക്. അറസ്റ്റിൽ പ്രതിഷേധം ശക്തം. പാർലമെന്റിൽ നിന്നും പ്രശ്നം ഉന്നയിക്കും. UDF MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണും. കൂടിക്കാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പാർലമെന്റിൽ. പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് നിർണായക കരാർ ഒപ്പിട്ട അമേരിക്ക. ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്നും എന്നെങ്കിലും ഇത് സാധ്യമാകുമെന്നും സമൂഹ മാധ്യമത്തിൽ കുറിപ്പുമായി ട്രംപ്. താരസംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പിലെ മത്സര ചിത്രം ഇന്നറിയാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക നടൻ ജഗദീഷ് പിൻവലിച്ചാൽ ശ്വേതാ മേനോന് സാധ്യതയേറും. തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-ന്. പാലോട് രവിയുടെ ഫോൺ സംഭാഷണ വിവാദത്തിൽ KPCC അച്ചടക്ക സമിതിയുടെ തെളിവെടുപ്പ് ഇന്ന്. സംഭാഷണം പുറത്തായതിൽ പാർട്ടി പ്രവർത്തകരുടെ പങ്കും അന്വേഷിക്കും. സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കടലിൽ പോകാൻ ഒരുങ്ങി മത്സ്യത്തൊഴിലാളികൾ. ഇന്ത്യ-ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റിന് ഇന്ന് ഓവലിൽ തുടക്കമാകും. പരമ്പര സമനിലയാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. ഇംഗ്ലണ്ട് 2-1 മുന്നിൽ. ഇന്ത്യൻ ടീമിൽ മാറ്റമുണ്ടാകും. ആദ്യം സൂചിപ്പിച്ച വാർത്തയിലേക്കാണ് പോകുന്നത്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. പാർലമെന്റിലെ ഇരുസഭകളിലും ഇന്നും ചർച്ച ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകും. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നൽകിയ നോട്ടീസുകൾ തള്ളിയിരുന്നു. ഇന്നലെ ലോക്സഭയിലെ ശൂന്യവേളയിൽ MPമാർ വിഷയം ഉന്നയിച്ചു. അതേസമയം അറസ്റ്റിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് UDF MPമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് പാർലമെന്റിൽ വെച്ചാണ് കൂടിക്കാഴ്ച. അനുഭാവപൂർവമായ നിലപാടെടുക്കാമെന്ന ഉറപ്പ് അമിത്ഷാ നൽകിയെന്നാണ് സൂചന. അതേസമയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും ഇന്ത്യക്ക് 25% താരിഫ് പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഇന്ന് അങ്കമാലിയിൽ പ്രതിഷേധ സംഗമം നടക്കും. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധത്തിൽ അതിരൂപതയിലെ വൈദികരും കന്യാസ്ത്രീകളും വിവിധ അൽമായ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 5 മണിക്ക് അങ്കമാലി കിഴക്കേ പള്ളിയിൽ നിന്ന് തുടങ്ങുന്ന പരിപാടിയിൽ 10,000-ഓളം പേർ പങ്കെടുക്കുമെന്ന് അതിരൂപത നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. താരസംഘടനയായ അമ്മയുടെ നേതൃനിരയിലേക്കുള്ള മത്സരത്തിൽ ആരൊക്കെയെന്ന് ഇന്നറിയാം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഇന്ന് 3 മണിവരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക നടൻ ജഗദീഷ് പിൻവലിക്കാനാണ് സാധ്യത. വിശദാംശങ്ങളുമായി AT അശ്വതി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. അശ്വതി, ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഇനി താരസംഘടനയായ അമ്മയെ ആരൊക്കെയാകും നയിക്കുക, നേതൃനിരയിൽ ആരൊക്കെ എത്തുമെന്നത് സംബന്ധിച്ച് എന്താകും ഇന്നത്തെ ഒരു തീരുമാനങ്ങൾ? ശ്രീ കാർത്തിക, 30 വർഷത്തിലധികമായി അമ്മ സംഘടനയിൽ ഇത്ര വലിയ ഒരു മത്സരം ഉണ്ടായിട്ട് നടൻ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചതോടുകൂടിയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വലിയ രീതിയിലുള്ള മത്സരത്തിന് കളമൊരുങ്ങിയത്. അത് തന്നെ മറ്റെല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള മത്സരങ്ങളിലേക്കും വ്യാപിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി അവസാന ചിത്രം തെളിയുന്നതായിരിക്കും. 4 മണിക്കായിരിക്കും അന്തിമ ലിസ്റ്റ് പുറപ്പെടുവിക്കുക. പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ഏറ്റവും വലിയ മത്സരം നടക്കുന്നത്. ശ്വേതാ മേനോനെ പ്രസിഡന്റ് ആക്കാനുള്ള ചില നീക്കങ്ങൾ നടന്നിരുന്നു. അതിന്റെ ഫലമായി ജഗദീഷ് അടക്കമുള്ള ആളുകൾ പത്രിക പിൻവലിക്കും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ നടൻ ദേവൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുകയും താൻ മത്സരിക്കുന്നുണ്ട് എന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വലിയ രീതിയിലുള്ള മത്സരം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്.
2 വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് 9 പത്രികകൾ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ജോയിന്റ് സെക്രട്ടറി 13, ട്രഷറർ 9, 11 അംഗ എക്സിക്യൂട്ടീവിലെ 4 വനിതാ സംവരണ സീറ്റുകളിലേക്ക് 8, ബാക്കി 7 സ്ഥാനങ്ങളിലേക്ക് 14 എന്നിങ്ങനെയാണ് നിലവിൽ പത്രികകൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ന് 3 മണിയോടുകൂടി ചില പത്രികകളൊക്കെ തന്നെ പിൻവലിക്കും. 4 മണിയോടെയായിരിക്കും അന്തിമമായിട്ട് ആർക്ക് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. മാത്രമല്ല, ഈ ആരോപണ വിധേയർ മാറി നിൽക്കണം എന്നുള്ള ഒരു വലിയ ചർച്ചകൾ നടന്നിരുന്നു. ഇതിൽ നടൻ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കരുത് എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ അദ്ദേഹം മത്സരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ശ്രീകാർത്തിക. ശരി, കൊച്ചിയിൽ നിന്നും എ.ടി. അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു പാലോട് രവിയുടെ ഫോൺ സംഭാഷണം പുറത്തുവന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പാർട്ടിക്കെതിരെ തിരുവനന്തപുരം മുൻ DCC അധ്യക്ഷൻ പാലോട് രവി നടത്തിയ വിവാദ ഫോൺ സംഭാഷണത്തിൽ KPCC അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് തെളിവെടുപ്പ് നടത്തും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തെളിവെടുപ്പ് നടത്തുന്നത്. പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ച വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A. ജലീൽ തിരുവഞ്ചൂരിന് മുന്നിൽ രേഖാമൂലം വിശദീകരണം നൽകും. സംഭാഷണം പുറത്തായതിൽ മറ്റു പാർട്ടി പ്രവർത്തകർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷണ വിധേയമാകും. ഇക്കാര്യത്തിൽ പങ്കുള്ളവരെ കണ്ടെത്തണമെന്ന പാലോട് രവി KPCC നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. തന്റെ അറിവില്ലാതെ ഫോൺ സംഭാഷണം പുറത്തായതും തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിലും A. ജലീൽ വെഞ്ഞാറമൂട് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ഇന്ന് വീണ്ടും ചർച്ച നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് കോഴിക്കോടാണ് ചർച്ച. മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചർച്ച നടത്തുന്നത്. സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികളിലെ 10 വീതം അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. CIC വിഷയം, സുപ്രഭാതം പത്രത്തിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട വിവാദം തുടങ്ങിയ കാര്യങ്ങളും ചർച്ചയാകും. മത്സ്യത്തൊഴിലാളികൾക്ക് തീർത്തും ഒരു ആശ്വാസം തന്നെയാണ്. സംസ്ഥാനത്തെ ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കുകയാണ്. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം കഴിയുന്നതോടെ മത്സ്യമേഖല നല്ല രീതിയിൽ ഉണരുമെന്നാണ് ബോട്ടുടമകളുടെയും തൊഴിലാളികളുടെയും പ്രതീക്ഷ. ഇനിയൊരു ചാകരക്കോള്, അതാണ് മത്സ്യത്തൊഴിലാളികളുടെ മനസ്സ് നിറയെ. വല നിറയെ മീനുമായി എത്തുന്ന തീരത്തെ ഉത്സവ നാളുകൾക്കായി അവർ ഒരുങ്ങിക്കഴിഞ്ഞു. ജൂൺ 10 അർദ്ധരാത്രി ആരംഭിച്ച മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം 31 അർദ്ധരാത്രി അവസാനിക്കുകയാണ്. തൊഴിലാളികളും ബോട്ടുടമകളും വലയും ബോട്ടും ഒരുക്കുന്നതിൻ്റെ അവസാനവട്ട തിരക്കിലാണ്. കരയ്ക്കു കയറ്റിയ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും പെയിന്റിങ്ങുമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളാണിപ്പോൾ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരിൽ ഭൂരിപക്ഷവും. നിരോധന കാലത്ത് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയ ഇവർ തിരിച്ചെത്തി തുടങ്ങി. ഇത്തവണ മഴ കൂടുതൽ ലഭിച്ചതിനെ തുടർന്ന് കടൽ തണുത്തുകിടക്കുന്നത് പ്രതീക്ഷ കൂട്ടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കടൽക്ഷോഭം അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജാഗ്രത പാലിച്ചു വേണം മത്സ്യബന്ധനത്തിന് കടലിൽ ഇറങ്ങേണ്ടതെന്ന് ഫിഷറീസ് വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടലിൽ പോയ പരമ്പരാഗത വള്ളങ്ങൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു. കേരള തീരത്ത് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വാർത്തകൾ മത്സ്യബന്ധന മേഖലയ്ക്ക് ഏറെ തിരിച്ചടികളുണ്ടാക്കി. കപ്പലുകളിൽ നിന്നും വിഷാംശമുള്ള മാലിന്യങ്ങൾ കടലിൽ കലർന്നിട്ടുണ്ടെന്നും മത്സ്യം കഴിക്കുന്നത് അപകടമാണെന്നുമുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പഠനങ്ങൾക്കു ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. പക്ഷേ ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കപ്പൽ അപകടങ്ങളെ തുടർന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ വലിയ തോതിലുള്ള നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. വലകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് തിരിച്ചടിയായി. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് വലിയ ബോട്ടുകൾ കടലിലേക്ക് ഇറങ്ങുമ്പോൾ അവരിലും ഈ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എങ്കിലും കടലമ്മ കനിയുമെന്ന പ്രതീക്ഷയിൽ അവർ കടലിലേക്കിറങ്ങും. അമൃത ന്യൂസ്, കൊല്ലം. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുകളിൽ ഇന്ന് 3ാം ദിനവും പരിശോധന തുടരും. സാക്ഷി പറഞ്ഞതനുസരിച്ച് അന്വേഷണ സംഘം അതിരുകെട്ടി സുരക്ഷിതമാക്കിയ 8 പോയിന്റുകളിലാണ് ഇനി പരിശോധന നടത്തുക. ഇതിൽ ഇനി 3 എണ്ണം കാടിനുള്ളിലാണ്. 4 പോയിന്റുകൾ നേത്രാവതി നദിയോട് ചേർന്നുള്ള ദേശീയപാതയിലാണ്. മറ്റൊന്ന് നേത്രാവതി സ്നാനഘട്ടിൽ നിന്ന് ആജുകുരിയിലേക്ക് പോകുന്ന ചെറു റോഡിലാണ്. കനിയാടി എന്നയിടത്തെ സ്വകാര്യ ഭൂമിയിലും 2 പോയിന്റുകളുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞെങ്കിലും അവിടെ പരിശോധന SITക്ക് പ്രത്യേക അനുമതി വേണ്ടിവരും. ഓരോ പോയിന്റിലും സാക്ഷി ആവശ്യപ്പെടുന്നതിലും കൂടുതൽ ചുറ്റളവിലാണ് അന്വേഷണ സംഘം കുഴിച്ച് പരിശോധന നടത്തുന്നത്. ഇന്നലെ 5 പോയിന്റുകളിൽ പരിശോധന പൂർത്തിയായപ്പോൾ നിർണായക വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചതായാണ് സൂചന. ചുവന്ന ബ്ലൗസും ആധാർ കാർഡും കണ്ടെത്തിയതായാണ് വിവരം. അതേസമയം സംശയാസ്പദമായ ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് DGPയുടെ വിശദീകരണം.
എണ്ണപ്പാടങ്ങളുടെ വികസനത്തിന് പാകിസ്ഥാനുമായി നിർണായക കരാർ ഒപ്പിട്ടിരിക്കുകയാണ് അമേരിക്ക. പദ്ധതി ഏൽപ്പിക്കേണ്ട കമ്പനിക്കായുള്ള തെരച്ചിൽ നടക്കുന്നുവെന്നും ഒരു ദിവസം ഇന്ത്യക്ക് പാകിസ്ഥാൻ എണ്ണ വിൽക്കുന്ന ദിവസം വരുമെന്നും സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. ട്രൂത്തിലൂടെ തന്നെയായിരുന്നു ട്രംപ് കരാറിനെ കുറിച്ച് പുറം ലോകത്തെ അറിയിച്ചതും. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷക് ധറുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിന് ഇന്ത്യക്ക് 25% തീരുവയും പിഴയും പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാനുമായി കരാർ ഒപ്പിട്ടതായി ട്രംപ് പ്രഖ്യാപിച്ചതെന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കയെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ടെന്നും തീരുവ കുറയ്ക്കാൻ അവർ യുഎസിന് മുൻപിൽ പല വാഗ്ദാനങ്ങളും വെക്കുന്നുണ്ടെന്നും ഇത് രാജ്യത്തിന്റെ വ്യാപാര കമ്മി വൻതോതിൽ കുറയ്ക്കുമെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഫ്രാൻസിനും ബ്രിട്ടനും പിന്നാലെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാൻ തയ്യാറായി കാനഡയും രംഗത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്ന് കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു. ഇതോടെ പലസ്തീനെ അംഗീകരിക്കുന്ന മൂന്നാമത്തെ G7 രാഷ്ട്രമായി കാനഡ മാറും. പക്ഷേ ജനാധിപത്യ മാർഗങ്ങളിലേക്ക് പലസ്തീൻ എത്രയും വേഗം മാറണമെന്നും ഹമാസിനെ ഒഴിവാക്കി പലസ്തീൻ അതോറിറ്റി അടുത്ത വർഷം തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും കാനഡ ആവശ്യപ്പെടുന്നു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ അടക്കമുള്ള വ്യവസ്ഥകൾ ഉടനടി അംഗീകരിച്ചില്ല എങ്കിൽ സെപ്റ്റംബറിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കാനഡയുടെ നിലപാട് തള്ളിയ ഇസ്രായേൽ അത് ഹമാസിനുള്ള കാനഡയുടെ സമ്മാനമെന്നാണ് ആക്ഷേപിച്ചത്. ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാഷ്ട്രങ്ങളിൽ 147 രാജ്യങ്ങളും പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നുണ്ട്. ഇനി മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗശേഷം ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയപ്പോൾ വേലിക്കകത്ത് വീട്ടിൽ അദ്ദേഹത്തിന്റെ ശൂന്യതയുമായി പൊരുത്തപ്പെടാനാകാതെ കുടുംബം. അച്ഛനോടൊപ്പം ഏറ്റവും കൂടുതൽ ചെലവഴിക്കാൻ കഴിഞ്ഞ അവസാന കാലത്തെ 5 വർഷക്കാലം ജീവിതത്തിലെ വലിയ സൗഭാഗ്യമെന്ന മകൻ VA അരുൺകുമാർ അമൃത വാർത്തകളോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് ബാട്ടൻ ഹില്ലിലെ വേലിക്കകത്ത് വീട്ടിലായിരുന്നു VS ഏറെക്കാലം വിശ്രമജീവിതം നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വീടുമായുള്ള VSന്റെ ഓർമ്മകൾക്ക് മറ്റൊരു വൈകാരികതയാണുള്ളത്. അച്ഛനെ തങ്ങൾക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞത് ഇവിടെ താമസിച്ചിരുന്ന 5 വർഷക്കാലമാണെന്ന് മകൻ VA അരുൺകുമാർ പറയുന്നു. ആ ഒരു 5 വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ഒരു ഇൻറ്റിമസിയായ ഒരു പീരീഡായിരുന്നു. കാരണം നമുക്ക് അച്ഛൻ്റെ കൂടെ നിന്ന് അച്ഛൻ്റെ കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ആണ് ഞങ്ങൾ ജീവിച്ചു വന്നത്. അതൊരു പെട്ടെന്നൊരു ദിവസം അങ്ങ് ഇല്ലാണ്ടാകുന്നൊരവസ്ഥ വരുമ്പോൾ അതൊന്ന് അംഗീകരിച്ചെടുക്കാൻ, അതങ്ങനെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ കുറച്ച് സമയം വരും. കാർക്കശ്യമുള്ള നേതാവായ VS പക്ഷേ വീട്ടിൽ സ്നേഹനിധിയായ അച്ഛനായിരുന്നു. അച്ഛൻ എന്ന് പറയുന്ന ഇപ്പോൾ 5 വർഷം നമ്മുടെ കൂടെ ഉള്ളപ്പോഴും അല്ല, ചെറുപ്പകാലം മുതലേ അച്ഛനെന്നൊരു വല്ലാത്ത വികാരമാണ് നമുക്കുള്ളത്. അപ്പോൾ അത് കൊച്ചുനാളിലെ നമുക്കൊരു പനി വന്ന് കിടക്കുമ്പോൾ അച്ഛൻ വന്ന് നമ്മളെ തലോടി നമ്മുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു ഫീല്, അന്ന് മുതൽ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ അച്ഛൻ നമ്മുടെ പോകുന്ന സമയത്ത് അച്ഛൻ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു പോകുന്ന ആ ഒരു അതങ്ങനെ ഞങ്ങൾ ജീവിച്ചു വന്ന അങ്ങനെയാണ്. ഓർമ്മകൾ തളം കെട്ടിയ വേലിക്കകത്ത് വീട്ടിൽ VSനായി ഒരുക്കിയിരുന്ന ഓഫീസ് മുറിയിൽ അദ്ദേഹത്തിന് ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന വേദനയും മകൻ അരുൺകുമാർ പങ്കുവയ്ക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി വിപണി വിലയിരുത്തലുമായി ജിജുത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ K. ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങാനാണ് സാധ്യത. US-ന്റെ അപ്രതീക്ഷിതമായ നികുതി പ്രഖ്യാപനം വലിയൊരു തിരിച്ചടി വിപണിക്ക് ഉണ്ടാക്കിയിരിക്കുമെന്നാണ് കരുതുന്നത്. 25% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്താനാണ് US-ന്റെ തീരുമാനം. അത് ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയുന്നത്. നിലവിലെ നികുതി 3% മാത്രമാകിയാൽ ഗണ്യമായിട്ടുള്ള ഈ ഒരു നികുതി വർധനവ് തീർച്ചയായും ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചയെയും ഒപ്പം തന്നെ ഇന്ത്യയിലേക്കുള്ള മൂലധന നിക്ഷേപത്തെയും ട്രേഡ് ബാലൻസിനെയൊക്കെ ദോഷകരമായി ബാധിക്കും എന്നുള്ള ഒരു ആശങ്കയിൽ വിപണിയിൽ ഒരു വിൽപ്പന തുടർന്നേക്കുമെന്ന് തന്നെ കരുതുന്നത്. വരും ദിവസങ്ങളിലും അതിൻ്റേതായ ഒരു സ്വാധീനം ഈ
ഇത്തരം മേഖലയിൽ തീരുവ ഏർപ്പെടുത്തിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ മേലുള്ള അത്തരം ഓഹരികളെയും ആ മേഖലകളെയും ഹ്രസ്വകാലത്തേക്കെങ്കിലും വിൽപ്പന ബാധിച്ചേക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ ഉണ്ടായിട്ട് വിൽപ്പനയ്ക്ക് ശേഷം 2 ദിവസമായി വിപണിയിൽ ഒരു ക്രമപ്പെടലും നേരിയ ഒരു മുന്നേറ്റവും സൂചിപ്പിച്ചിരുന്നു. എന്നാൽ അതെല്ലാം ആക്കിക്കൊണ്ടുള്ള ഈ ഒരു വിൽപ്പന തുടരുകയാണെങ്കിൽ തീർച്ചയായും 24,500 എന്നുള്ള നിലവാരത്തിലേക്ക് വീണ്ടും മുൻനിര സൂചിയായി നിഫ്റ്റി നീങ്ങാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല രണ്ടാം നിര ചെറുകിട ഓഹരികളെയും ഈ ഒരു വിൽപ്പന സാരമായി തന്നെ ബാധിച്ചേക്കും. വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും ഈ ഒരു അവസരത്തിൽ നിർണായകം തന്നെയായിരിക്കും. കഴിഞ്ഞ കുറച്ചു നാളുകളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന ഒരു വിൽപ്പന ഈ ഒരു മാസം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 42,000 കോടിയോളം രൂപയുടെ വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈ ഒരു വിൽപ്പനയും വിപണിയുടെ ഇപ്പോഴത്തെ നീക്കത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തിയെന്ന പരാതിയിലാണ് കേസ്. തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് കേസ്. അശ്വതി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി. അശ്വതി, എന്താണ് സംഭവം? ഈ കേസിന് ആസ്പദമായ സംഭവം എപ്പോഴായിരുന്നു നടന്നത്? എന്തൊക്കെയാണ് ഈ യുവ ഡോക്ടർ വെളിപ്പെടുത്തുന്ന മറ്റു കാര്യങ്ങൾ? കാർത്തിക 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് വേടൻ ലൈംഗികമായി തന്നെ പീഡിപ്പിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് യുവ ഡോക്ടർ ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നേരത്തെ വേടന് എതിരെ സമാനമായി പല രീതിയിലുള്ള മീറ്റു ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതൊരു കേസായിട്ട്, പീഡന പരാതിയായിട്ടും പീഡന കേസായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ പ്രഥമ കക്ഷിയാൽ തന്നെ ഇതിൽ കേസ് നിലനിൽക്കും എന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്, ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായതിനെ തുടർന്ന് കൂടിയാണ് വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ട്, അതായത് നിരന്തരമായി പീഡനം നടത്തി എന്ന വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ വേടനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2021 മുതൽ തന്നെ വേടൻ വിവിധ സ്ഥലങ്ങളിൽ, അതായത് വേടന്റെ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലും ഒപ്പം കോഴിക്കോടുള്ള തന്റെ ഫ്ളാറ്റിൽ വെച്ച് ആദ്യമായിട്ടും തന്നെ പീഡിപ്പിക്കുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി, പക്ഷെ അത് വിവാഹത്തിലേക്ക് പോകുന്ന സമയമായപ്പോൾ പല കാരണങ്ങളും പറഞ്ഞ് തന്നെ ഒഴിവാക്കി എന്നാണ് ഇപ്പോൾ ഈ യുവ ഡോക്ടറുടെ പരാതിയിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ആ സമയത്ത് താൻ വലിയ രീതിയിലുള്ള വിഷാദ രോഗത്തിനൊക്കെ അടിമയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും ഈ യുവ ഡോക്ടർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ ഇനി പോലീസ് നടപടിയാണ് ഇനി എന്തായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഉടൻ തന്നെ ഇന്ന് തന്നെ അത് സംബന്ധിച്ച അടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. സ്വീകാർത്തിക. ശരി അശ്വതി, റാപ്പർ വേടനെതിരെ ബലാത്സംഗ കേസ് വന്നിരിക്കുകയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തിയെന്ന യുവ ഡോക്ടറുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കി വാഗമൺ കാഞ്ഞാർ റോഡിലെ വ്യൂ പോയിന്റായ ചാത്തൻപാറയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഒട്ടേറെ ആളുകളാണ് ഏതാനും നാളുകൾക്കിടെ ഇവിടെ അപകടത്തിൽപ്പെട്ടത്. 1000 അടിയിലധികം താഴ്ചയുള്ള പ്രദേശമാണ് ചാത്തൻപാറയും പരിസരവും. എന്നാൽ ഇവിടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ദിവസവും നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് വാഗമൺ സന്ദർശിക്കാനെത്തുന്നത്. ഇവിടേക്കെത്തുന്ന വിനോദസഞ്ചാരികൾ ചാത്തൻപാറയിലെത്തിയാൽ ഈ പ്രദേശത്ത് കുറച്ചു സമയം ചിലവഴിക്കാതെ പോകാറില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ കുളമാവ്, ഇലവീഴ പുഞ്ചിറ, ആലപ്പുഴ തുടങ്ങി നിരവധി സ്ഥലങ്ങൾ കാണാനും ഫോട്ടോ എടുക്കാനും കഴിയും. എന്നാൽ ചാത്തൻപാറയിൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും അധികൃതർ ഏർപ്പെടുത്തിയിട്ടില്ല. മഴക്കാലത്ത് പാറയിൽ പായൽ പിടിച്ച് തെന്നിക്കിടക്കുകയാണ്. കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടെ സഞ്ചാരികളുടെ കാലൊന്നു തെറ്റിയാൽ പതിക്കുക അഗാധമായ ഗർത്തത്തിലേക്കാണ്. ഇവിടെ യാതൊരു സുരക്ഷ ഇല്ലെന്നുള്ളത്. എപ്പോഴാണെങ്കിലും ആൾക്കാർ താഴോട്ട് വീഴാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. വരുന്ന ആളുകൾ ഇതൊന്നും അറിയാതെ ഇതിൻ്റെ പുറകിൽ ഒരു അപകടം പതിയിരിക്കുന്ന അറിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ ഫെൻസിങ് ചെയ്യുകയാണെങ്കിൽ ഈ താഴോട്ട് വീഴുന്ന ഒഴിവാക്കാം. ഒപ്പം ഇവിടെ കുറ്റാക്കൂർ ചെയ്തിട്ടൊക്കെ യാത്രയ്ക്ക് അപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റും കൂടെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മൺസൂൺ ടൂറിസത്തിൻ്റെ സമയമായതുകൊണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് നിർമ്മിച്ച ശേഷം 17 പേരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊക്കയിലേക്ക് വീണ് റിട്ടയേർഡ് KSEB ഉദ്യോഗസ്ഥൻ, എറണാകുളം സ്വദേശി തോബിയാസ് ഉൾപ്പെടെ 5 പേർ ഈ പ്രദേശത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഞായറാഴ്ച കൊക്കയിൽ വീണ തൊടുപുഴ സ്വദേശി വിഷ്ണുവിനെ അത്ഭുതകരമായി അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തുകയായിരുന്നു. വലിയ ഗർത്തത്തിൽ നിന്ന് ഉയർന്നുവരുന്ന കാറ്റ് റോഡിന് എതിർവശത്തെ പാറക്കെട്ടിൽ തട്ടി തിരിച്ചടിക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. അപകടം പതിവാകുന്നതിൽ നാട്ടുകാരും ആശങ്കയിലാണ്. അമൃത ന്യൂസ്, ഇടുക്കി. രാമ 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 പാഹി മാം. സ്നേഹത്തിന് ഭൗതികമായ അകലം ഒരു തടസ്സമല്ലെന്ന് ശാസ്ത്രവും രാമായണവും നമ്മെ പഠിപ്പിക്കുന്നുവെന്ന് മാതാമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു.
ഭൗതികമായ അടുപ്പം മാത്രമല്ല, സ്നേഹത്തിനും ബന്ധങ്ങൾക്കുമുള്ള അടിസ്ഥാനമെന്നും സ്വാമി ഓർമ്മിപ്പിച്ചു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നമ്മളിൽ എത്ര പേര് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് കേട്ടിട്ടുണ്ട്? ഒരു ന്യൂട്രോൺ അത് വിഘടിക്കുകയാണെങ്കിൽ അത് ഒരു പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രിനോ എന്ന് പറയുന്ന ആൻറ്റി ന്യൂട്രോണായിട്ട് വേർതിരിക്കും. ഈ പ്രോട്ടോണും ഇലക്ട്രോണും ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ടും അത് വേർപിരിഞ്ഞ് കഴിഞ്ഞാൽ, ന്യൂട്രോണിൽ നിന്ന് രണ്ടായിട്ട് വേർപിരിഞ്ഞാൽ രണ്ട് വഴിക്കായിരിക്കും അത് പോകുന്നത്. പോയി കഴിഞ്ഞാൽ വളരെ ദൂരെ പോയി കഴിഞ്ഞാലും ഈ പ്രോട്ടോണിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അതേ മാറ്റം ഈ ഇലക്ട്രോണിന് സംഭവിക്കും. അപ്പോൾ അവ തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നാലും ഒരു കണത്തിന് സംഭവിക്കുന്ന മാറ്റം മറ്റേ കണത്തിന് സംഭവിക്കുന്നത്. എങ്ങനെ സംഭവിക്കുന്നത് ആർക്കും വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നായിരുന്നവർ രണ്ടായിട്ട് വേർപിരിഞ്ഞാലും ആ രണ്ട് കണങ്ങൾ ഒരേപോലെ പ്രവർത്തിക്കുന്നു. ഒന്നിന് സംഭവിക്കുന്ന അനുഭവങ്ങൾ തന്നെ മറ്റേ കണത്തിനും ഉണ്ടാകുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ പറയാൻ കാര്യം എന്താണ്? കാരണം നമ്മളെ സ്നേഹത്തിൻ്റെ മഹത്വം നമ്മുടെ ആധ്യാത്മികത്തിൽ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സ്നേഹം കൊണ്ടൊന്നാണെങ്കിൽ, ഒരാത്മാവായിട്ട് നിങ്ങൾ കഴിയുകയാണെങ്കിൽ അത് നിങ്ങൾ എത്ര ശാരീരികമായിട്ട് എത്ര അകന്നിരുന്നാലും ഒരാളുടെ സുഖദുഃഖങ്ങൾ മറ്റേയാൾക്കും അതേപോലെ അനുഭവിക്കാൻ സാധിക്കും. അതെന്ന് ജന്തുശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണത്തിൽ കൂടെ കണ്ടിട്ടുണ്ട്. അമ്മയും പ്രസവിച്ചൊരു കൊച്ചുകുഞ്ഞിനെ ആ സമയത്ത് മാറ്റി നിർത്തിയിട്ട് ആ കുഞ്ഞിനെ എന്തെങ്കിലും വേദന ഏൽപ്പിക്കുകയാണെങ്കിൽ അമ്മയും അതുകൊണ്ട് വേദന കൊണ്ട് പെടയുന്നത് കാണാൻ നമുക്ക് സാധിക്കും. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉമാമഹേശ്വരന്മാർ അല്ലെങ്കിൽ സീതാരാമന്മാർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവിടെ രണ്ടും രണ്ടായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒന്നാണ്. രാധാകൃഷ്ണന്മാർ എന്ന് പറയുന്നത് രാധയും കൃഷ്ണൻ ഒരിക്കലും ഒന്നിച്ച് ജീവിച്ചിരുന്നില്ല. അവർ കുട്ടിക്കാലത്ത് ഒന്നിച്ച് കളിച്ച് നൃത്തം ചെയ്യുന്നതൊക്കെ അല്ല. അതിന് ശേഷം ഒരിക്കലും അവർ പരസ്പരം കാണുക, ഒന്ന് ജീവിക്കുക, ഭാര്യാർത്ഥന്മാർക്ക് ജീവിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ രാധാകൃഷ്ണൻ എന്നുള്ളതാണ് നമ്മുടെ പ്രേമത്തിൻ്റെ മകുടോദാഹരണമായിട്ട് പറയുന്നത്. വിവാഹത്തിന് പോലും സീതാരാമന്മാരുടെ കഥയാണ്, നമ്മൾ സീതാരാമനെ കഥ ഇതൊക്കെയാണ് പാട്ടൊക്കെയാണ് നമ്മൾ പാടുന്നത്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് കല്യാണം കഴിച്ച് ഭാര്യയെ കൊണ്ട് കാട്ടിൽ ഉപേക്ഷിക്കാനാണ് അതാണ് രാമൻ ചെയ്തത്, അതുകൊണ്ട് നമ്മുടെ ഭാര്യയെ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് വേണ്ടതാണ്. അതല്ല പഠിപ്പിക്കുന്നത്. അത്ര അകലെ ഇരുന്നാലും ആ പ്രേമത്തിന് യാതൊരു കുറവുണ്ടാകുന്നില്ല. അത് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ സീതാപരിത്യാഗം നമ്മൾ കാണുമ്പോൾ, ബാഹ്യമായിട്ട് നമ്മൾ കാണുമ്പോൾ സീതയെ ത്യജിച്ചു എന്ന് നമ്മൾ കാണും. പക്ഷേ അവരുടെ സ്നേഹത്തിന് യാതൊരു കുറവുണ്ടായിട്ട് സീത ഒരിക്കൽ പോലും രാമനെ കുറ്റപ്പെടുത്തുന്നില്ല. മാത്രവുമല്ല, അങ്ങനെ വാൽമീകി ആശ്രമത്തിൽ താമസിച്ച് ലവകുശന്മാരവിടെ വളർന്നു. തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കഥകൾ വാൽമീകിയിൽ നിന്ന് കേട്ടു. അവരുടെ പ്രേമത്തെ, അവരുടെ പ്രേമത്തിൻ്റെ ആഴത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ലവകുശന്മാരാണ് നാട് നീളെ നടന്ന് രാമൻ്റെയും സീതയുടെയും കഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. സീതയുടെ പാദകൃത്യം, സീതയുടെ ചാരിത്രശുദ്ധി, അഗ്നിശുദ്ധിയെ പറ്റിയുള്ള കഥകളൊക്കെ അയോധ്യയിൽ ജനങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണ്? വാസ്തവത്തിൽ രാമൻ തങ്ങളുടെ ഗർഭിണിയായിരുന്ന സമയത്ത് തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ചാണ്. ഒരിക്കൽ പോലും രാമൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അച്ഛനെ കുറ്റം പറയാനുള്ള എല്ലാ അവകാശങ്ങളും കുട്ടികൾക്കുണ്ട്. അപ്പോഴാണ് വാസ്തവത്തിൽ അയോധ്യയിലെ ജനങ്ങൾ പശ്ചാത്തലവിവശരായിട്ട് സീതയെ തിരിച്ചു കൊണ്ടുവരണം അവരാണ് ആവശ്യപ്പെടുന്നത്. ആരാണോ സീതയെക്കുറിച്ച് കുറ്റം പറഞ്ഞത് അവർ തന്നെയാണ് സീതയെ തിരിച്ചു വേണം, സീത പതിവ്രതയാണ്, ലോകത്തിലെ നാരീരത്നങ്ങളിലെ ഏറ്റവും മഹത്വമാർന്നവളുടെ സീതയാണ്, സീതയെപ്പോലെ ഒരു വ്യക്തി വരെ ഉണ്ടാകാൻ സാധിക്കില്ലെന്ന് വിവേകസ്വാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രയും മഹത്വം കൽപ്പിച്ചു കൊടുത്തത് മക്കൾ തന്നെയാണ്. അപ്പം നമ്മൾ ബാഹ്യമായിട്ട് കാണുന്നതല്ല, ബാഹ്യമായിട്ടുള്ള അടുപ്പം അകൽച്ചയല്ല. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വിവാഹം നടക്കുമ്പോൾ പലപ്പോഴും ഭാര്യയും ഭർത്താവും രണ്ട് സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ പല സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ അകലങ്ങൾ നമുക്കൊരിക്കലും പ്രശ്നമല്ല. അകലങ്ങളെന്ന് പറയുന്നത് ബാഹ്യമായിട്ട് കാണുന്നതാണ്. ആന്തരിക ലോകത്ത്, പ്രേമത്തിൻ്റെ ലോകത്ത്, സ്നേഹത്തിൻ്റെ ലോകത്ത് ഒരിക്കലും പ്രശ്നമല്ല. ഇത് നമുക്ക് രാമായണ സീതാ പരിത്യാഗം എന്ന് പറയുമ്പോൾ അവിടെ സീതയുടെ ശരീരം മാത്രമേ അകന്നിരുന്നുള്ളൂ, മനസ്സൊരിക്കലും അകന്നിരുന്നില്ല. ഒരിക്കലും അവർ വേർപെട്ടിരുന്നില്ല. സീതയും രാമനും ഒന്നു തന്നെയായിരുന്നു. നമ്മൾ സാധാരണ വിളക്കിൽ തിരിയിടുമ്പോൾ കുടുംബങ്ങളിലൊക്കെ രണ്ട് തിരി ചേർത്ത് ഒരു ദീപം കത്തിക്കാറുണ്ട്. രണ്ട് ശരീരമാണെങ്കിൽ ഒരു ആത്മാവായിട്ട് അവർ കഴിയുന്നു എന്നാണ് എൻ്റെ താല്പര്യം. അപ്പോൾ ആ രാമായണ മാസത്തിൽ ഈ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഭാഗവതാചാര്യൻ പ്രൊഫസർ വി വൈദ്യലിംഗ ശർമ്മയുടെ അനുസ്മരണാർത്ഥം തൃശൂരിലെ ഭാഗവത യോഗം ട്രസ്റ്റും തിരുവമ്പാടി ദേവസ്വവും സംയുക്തമായി ഭാഗവത രസിക സ്മൃതി എന്ന പേരിൽ ഭാഗവത പാരായണം സംഘടിപ്പിക്കുന്നു. 108 പേർ ഒരുമിച്ചിരുന്ന് ഭാഗവത പാരായണം ചെയ്യുന്ന ഭാഗവത സത്രം തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലും കൗസ്തുഭം ഓഡിറ്റോറിയത്തിലുമാണ് നടക്കുന്നത്. സന്യാസിവര്യന്മാരും ഭാഗവതാചാര്യന്മാരും ഭക്തരും പങ്കെടുക്കുന്ന പ്രഭാഷണങ്ങളും പുതിയ തലമുറയ്ക്കും രക്ഷാകർത്താക്കൾക്കും വേണ്ടി ഭാഗവതത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും സെമിനാറുകളും ഉൾപ്പെടുത്തി പുതിയ രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന മഹായജ്ഞമാണ് ഭാഗവത രസിക സ്മൃതി. ഭാഗവതാചാര്യൻ പ്രൊഫസർ വി വൈദ്യലിംഗ ശർമ്മയുടെ അനുസ്മരണാർത്ഥം നടത്തുന്ന പരിപാടി ഭാഗവതയോഗം ട്രസ്റ്റും തിരുവമ്പാടി ദേവസ്വവും സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത്. ഭാഗവതയോഗം ട്രസ്റ്റും തിരുവമ്പാടി ദേവസ്വവും കൂടി ചേർന്ന്
വൈദ്യലിംഗ ശർമ്മ മാഷിൻ്റെ അനുസ്മരണമായ ഭാഗവത രസിക സ്മൃതി നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ 100 വയസ്സുകൾ, ഒരു ജന്മം മുഴുവൻ ലോകത്തിന് വേണ്ടി മാറ്റിവെച്ച ആ മഹാത്മാവിൻ്റെ അനുസ്മരണമാണ് ഈ ഭാഗവത രസിക സ്മൃതി. ഇത് വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങൾക്ക് ഭക്തി ഉണ്ടാവാൻ പാകത്തിനുള്ള ഭാഗവത പാരായണവും ഒപ്പം തന്നെ ജ്ഞാനപ്രദമായ രീതിയിൽ ഭാഗവത തത്വവിചാരവും അതിനപ്പുറത്ത് സാധാരണക്കാരിൽ ഈ ഭാഗവതം എത്തിക്കാൻ വേണ്ടിയിട്ട് വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ളവരെ കൂട്ടിച്ചേർത്ത് അവർക്ക് ഭാഗവതവുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ സത്രത്തിൽ നടക്കുന്നുണ്ട്. സെമിനാറുകളും ചർച്ചകളും ഒക്കെ കൂടിച്ചേർന്ന ഒരു ബൃഹത്തായ പരിപാടിയാണ് 10 ദിവസമായിട്ട് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. 2008 ഭാഗവതയോഗം ട്രസ്റ്റ് രൂപീകരിച്ചത്. ഭാഗവതാചാര്യന്മാരുടെ കൂട്ടായ്മയാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം. 2008 രൂപീകരിച്ച ഒരു സംഘടനയാണ് ഭാഗവതയോഗം ട്രസ്റ്റ്. ഭാഗവത ആചാര്യന്മാരുടെ കൂട്ടായ്മയാണ് ലക്ഷ്യം. അങ്ങനെ ആ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ഭാഗവത ആചാര്യനായിരുന്ന പ്രൊഫസർ വി വൈദ്യലിംഗ ശർമ്മയുടെ അനുസ്മരണം, അദ്ദേഹത്തിൻ്റെ അനുസ്മരണം തൃശ്ശൂരിൽ നടത്തുകയുണ്ടായിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഈ അനുസ്മരണം, അദ്ദേഹം മരണപ്പെട്ടിട്ട് അധികം നാളുകളായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തോടു കൂടിയുള്ള ഒരു ഭാഗവത വിചാരസത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗവതത്തിന് പുറമെ വൈകുന്നേരങ്ങളിൽ വിവിധ സെമിനാറുകളും ഇത്തവണ നമ്മൾ നടത്തുന്നുണ്ട്. ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് അത് അധികം ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആ ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ മാസങ്ങളിൽ ഇതുപോലുള്ള വിചാരങ്ങൾ അല്ലെങ്കിൽ ശിബിരങ്ങൾ നടത്തുവാനും നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ഇതിപ്പോൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ 25-ാം തീയതി ആരംഭിച്ച ഈ സത്രം 3-ാം തീയതിയോട് കൂടിയിട്ട് പര്യവസാനിക്കും. ജൂലൈ 25-ന് ആരംഭിച്ച ഭാഗവത സത്രം ഓഗസ്റ്റ് 3-ന് അവസാനിക്കും. ഭാവിയിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാഗവതയോഗം ട്രസ്റ്റ് അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റിന് ഇന്ന് ഓവലിൽ തുടക്കമാകും. പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. പരമ്പരയിൽ 2-1 മുന്നിലാണ് ഇംഗ്ലണ്ട്. 4ാം ടെസ്റ്റിൽ സമനില പൊരുതി നേടിയ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. നിർണായക 5ാം മത്സരത്തിൽ ഓവലിൽ നടക്കുമ്പോൾ ടീമിൽ അഴിച്ചുപണിയുണ്ടാകും. പരിക്കേറ്റ ഋഷഭിന് പകരം ധ്രുവ് ജുറേൽ ടീമിലെത്തും. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.